അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ ഈ ലാൻഡാന, എൻ്റെ അടുത്തുള്ള കുറച്ച് ലാൻഡാന ചെടികളാണ്. വീഡിയോയിലൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ലാൻഡാന പൂത്ത് നിൽക്കുന്നതൊക്കെ. അപ്പോൾ എൻ്റെ അടുത്തൊരു 5 ടൈപ്പ് ലാൻഡാന ചെടികളാണ് ഉള്ളത്. അപ്പോൾ ഓരോ ചെടികളെയും കാണിച്ചു തരാം. ഇപ്പോൾ ലാൻഡാന ചെടിയൊക്കെ വളരെ നമ്മുടെ ഗാർഡനിൽ ഏറ്റവും കളർഫുള്ളാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ലാൻഡാന, അല്ലെങ്കിൽ അരിപ്പൂ, കൊങ്ങിണി എന്നൊക്കെ പറയാറുള്ള ഈ ചെടി. പണ്ടൊക്കെ ഒരുപാട് പൊക്കം വെച്ച് വളർന്നു വരുന്ന നാടൻ ടൈപ്പ് ചെടികളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കൂടുതലായും ഒരുപാട് ഹൈബ്രിഡ് പല കളറിലുള്ള ചെടികൾ, കൊങ്ങിണി ചെടികൾ ഇപ്പോൾ വരുന്നുണ്ട്. നഴ്സറികളിലൊക്കെ നമുക്കിഷ്ടം പോലെ അതിൻ്റെ കളക്ഷൻ നമുക്ക് കിട്ടുന്നതാണ്. ഹൈബ്രിഡ് കൊങ്ങിണി ചെടികളൊക്കെ അധികം പൊക്കം വയ്ക്കാതെ കുറ്റിച്ച് നിന്ന് വളരുന്നുണ്ട്. അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ട് ഈ വയലറ്റ് നിറത്തിലുള്ള ഈ ഒരു ലാൻഡാന നല്ല ഹാങ്ങായിട്ട്, നീളത്തിൽ ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് കേട്ടോ. അതായത് നല്ല നീളത്തിൽ വളർന്നു വരും. അധികം അതിൻ്റെ തണ്ടുകൾക്കൊന്നും അധികം വണ്ണം വയ്ക്കാതെ ഇതുപോലെ നീളത്തിൽ വളർന്നു വരുന്നതാണ്. ഓരോ പ്രാവശ്യം പൂക്കൾ വന്നു കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തന്നെ പ്രൂൺ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു പോവും. അപ്പോൾ എൻഡിങ് ഭാഗത്ത് മാത്രം കുറേശ്ശെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. അതേസമയം ഒരേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും പൂക്കൾ നല്ല ഭംഗിയായിട്ട് ഒരുപാട് തിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫ് ഇച്ചിരി വലിപ്പം കൂടുതലാണ്. ഇതും കുറ്റിച്ച് വളരുന്ന ചെടി തന്നെയാണ്. എന്നാൽ അതിൻ്റെ ഇല നാടൻ കൊങ്ങിണി ചെടികളെപ്പോലെ തന്നെ കുറച്ച് വലിയ ഇലയാണ്. എന്നാലും നിറയെ ഇല കാണാത്ത പോലെ തന്നെ പൂക്കൾ വന്ന് നിറയുന്നതാണ്. പൂക്കൾ കൊഴിഞ്ഞ പാട് തന്നെ വീണ്ടും പ്രൂൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ കുറ്റിച്ച് വീണ്ടും ഇല കാണാതെ പൂക്കൾ നിറയുന്നതാണ്. ഈ വൈറ്റും അതുപോലെ തന്നെയാണ്, ഹാങ്ങിങ് ആണ്. വയലറ്റും ഈ വൈറ്റ് കളറുമാണ് ഇപ്പോൾ ഇങ്ങനെ ഹാങ്ങായിട്ട് വളർന്ന് വരുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. കറക്റ്റ് സമയത്ത് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നീളത്തിൽ വളർന്നു പോയിട്ട് ഇതുപോലെ ഭംഗിയില്ലാണ്ടായി പോവും. അപ്പോൾ ഈ വെള്ളീച്ചയുടെ ശല്യം കൊണ്ടൊക്കെ തന്നെ ചെടികൾ കുറേ നശിച്ച് പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും പ്രൂൺ ചെയ്തൊക്കെ ഉഷാറായിട്ട് വളർന്നു വരുന്നതാണ്. ഇപ്പോൾ യെല്ലോ കളർ കാണുന്ന ഈ ഒരു ലാൻഡാന ചെടി ഒരുപാടുണ്ടാവും. നമ്മൾ ഒത്തിരി പൂക്കൾ തരുന്ന ചെടിയാണ്. ഓരോ പ്രാവശ്യം പൂക്കൾ കഴിയും തോറും പ്രൂൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരുപാട് പൂക്കൾ തരും. നല്ല വെയിൽ വേണം എന്നൊരു പ്രത്യേകതയാണ് ഈ ലാൻഡാന ചെടികൾ നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എത്ര വെയിൽ കിട്ടിയാലും അത്രയും നല്ലതാണ്. നല്ല വെയിലുള്ളിടത്ത് തന്നെ നട്ടാലേ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ 2 നേരവും നനയ്ക്കുക. ഓരോ പ്രാവശ്യം പ്രൂൺ ചെയ്തതിൻ്റെ ആ ഭാഗത്തുനിന്ന് പുതിയ മുളകൾ വന്നുകൊണ്ടേയിരിക്കും. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഹാർഡ് പ്രൂൺ കൃത്യമായി ചെയ്ത് കൊടുക്കുക. അതായത് മഴക്കാലം തുടങ്ങുന്നൊരു സമയമുണ്ടല്ലോ, അപ്പോൾ മഴയൊക്കെ തുടങ്ങിയൊരു സമയം നമുക്ക് നന്നായിട്ട് ചുവട്ടിൽ നിന്ന് നന്നായി താത്തി തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ തളിർപ്പുകൾ വന്നോളും. അതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് എപ്പോഴാണോ പ്രൂൺ ചെയ്യുന്നത്, അത് ഹാർഡ് പ്രൂണിങ് ആയാലും സോഫ്റ്റ് പ്രൂണിങ് ആണെങ്കിലും നമ്മൾ അന്നേരം തന്നെ വളം കൊടുക്കേണ്ടത് നിർബന്ധമാണ്. എങ്കിൽ പുതിയ മുളകൾ വന്ന് ഒരുപാട് പൂക്കൾ നിറയുള്ളൂ. ജൈവ വളങ്ങൾ കൊടുക്കാം, അതുപോലെ തന്നെ ജൈവ സ്ലറികൾ കൊടുക്കാം. അതല്ല എങ്കിൽ കെമിക്കൽ വളങ്ങൾ കൊടുക്കാവുന്നതാണ്. NPK ഒക്കെ കൊടുക്കാവുന്നതാണ്. ഈ ഒരു പ്ലാന്റ് നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. വെള്ളീച്ചയുടെ ശല്യം കൊണ്ട് ഞാനിത് മുഴുവനായിട്ട് പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ലീഫൊക്കെ. അതിന് ശേഷം വന്നൊരു മുളകളും പൂക്കളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതൊക്കെ PVC പൈപ്പിൽ നട്ടു കൊടുത്തിട്ടുള്ളതാണ്. ഇതൊക്കെ പ്രൂൺ ചെയ്യേണ്ട സമയമായതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു ലാൻഡാന ചെടിയാണ്. പൂക്കൾ വന്ന് കൊഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വളർന്നിട്ട് പൂക്കളൊന്നും ഇല്ലാതെ ഇല മാത്രമായിട്ട് നിൽക്കുകയാണ്. അതുപോലെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയിൽപ്പെട്ട 2 ചെടികളാണ്. ഒന്നൊരു വൈറ്റ് ഹാങ്ങിങ് ആയിട്ട് വളർന്നു വരുന്നതും ഒന്നൊരു യെല്ലോയും വൈറ്റും കൂടെ വളർന്നു. അപ്പോൾ 2 ഇതിൽ കൊമ്പ് കുത്തി വെച്ചപ്പോൾ 2 ഒന്നിച്ച് വളർന്നു വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു പൂക്കൾ പോലും ഇല്ലാണ്ട് ഇതേപോലെ വലിയ ഇലകളോട് കൂടിയൊക്കെ നിൽക്കുന്ന, പൂ കുറഞ്ഞെന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ 3 മാസം
വർഷത്തിലൊരിക്കലാണ് സോഫ്റ്റ് പ്രൂണിങ് വേണ്ടതെങ്കിലും എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഞാൻ ചെടിയിൽ എപ്പോഴാണോ പൂക്കൾ കുറഞ്ഞൊരു ടൈം കാണുന്നത് അപ്പോഴാണ് പ്രൂൺ ചെയ്യുന്നത്. അതുപോലെ പ്രൂൺ ചെയ്യുന്ന സമയത്ത് അധികം മൂത്ത് പോവാത്ത തണ്ടുകളാണ് നമ്മൾ പുതിയ ചെടിയാക്കി എടുക്കാനായിട്ട് നട്ടുപിടിപ്പിക്കുന്നത്. അത് അധികം മൂത്ത് പോവാത്ത തണ്ടുകളുടെ ലീഫെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മണലിൽ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ ഇതിൻ്റെ പ്ലാന്റ് നമുക്ക് ആക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ PVC പൈപ്പിൽ അല്ലെങ്കിൽ ഈ ഹാങ്ങിങ് ആയിട്ട് വരുന്ന പ്ലാന്റാണ് ഇത് രണ്ടും. അപ്പോൾ ഇത് ഒരു നമ്മൾ അടുപ്പൊക്കെ ആക്കുന്ന ആലുവ അടുപ്പിനൊക്കെ എടുക്കുന്ന ആ കുഴലില്ലേ, അത് വാങ്ങിച്ചതാണ് കടയിൽ നിന്ന്. അതിൻ്റെ അതുപോലുള്ളതാണ്, അതിലാണ് ഞാനിത് നട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്കിതുപോലെ നല്ല വലുപ്പമുള്ള PVC പൈപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നടാവുന്നതാണ്. ഇത് വൈറ്റും ഈ വയലറ്റും നല്ല ഹാങ്ങിങ് ആയിട്ട് നല്ല ഭംഗിയോടുകൂടി നിൽക്കുന്നതാണ്. ഇപ്പോൾ പൂക്കളൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും പൂവുണ്ട്. ഇതുപോലെ തന്നെ റെഡ് കളറ് ആവുമെങ്കിലും ഇതിലും ഒരു ഓറഞ്ച് കളറ് ഷെയ്ഡിലേക്ക് ഫ്ലവർ വരുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണുമ്പോൾ ഉള്ളൊരു റെഡല്ല, നല്ല ഡാർക്ക് റെഡാണ്. നേരിട്ട് കാണാനാണ് ഇത് ഭംഗി. വീഡിയോയിൽ എത്ര നോക്കിയിട്ടും അതിൻ്റെ കറക്റ്റ് കളർ കാണിക്കാനാവുന്നില്ല. അപ്പോൾ ഇതുപോലെ നീണ്ടു വളർന്നു പോവാതെ തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതാണ് പ്ലാന്റിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നതിന് നല്ലത്. ഇതിപ്പോൾ പ്രൂൺ ചെയ്യേണ്ട സമയമായി, ഇത് കഴിഞ്ഞു. ഈ ഒരു ഭാഗത്ത് വെച്ച് നമുക്കിപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഹാർഡ് പ്രൂണിങ് ചെയ്താൽ മതി, മഴയൊക്കെ തുടങ്ങുന്ന ഒരു സമയത്ത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഈ തണ്ട് മാത്രം ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും, പൂക്കൾ കുറവായിരിക്കും, ഇലയും കുറവായിരിക്കും. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. എപ്പോഴും നല്ല പുതിയ തളർപ്പ് വന്നതിൽ പൂക്കൾ വന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കാണാൻ ഭംഗി. അപ്പോൾ പൂക്കൾ വന്ന് കൊഴിയുന്നു എന്ന് കണ്ട അന്നേരം തന്നെ നമ്മൾ ഇതിൻ്റെ പൂ വന്നു പോയ ഭാഗം മാത്രം കട്ട് ചെയ്യാതെ കുറച്ചൊന്ന് താഴ്ത്തി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ പിടിച്ച് കിട്ടുന്നതാണ്. ഒരു ഗാർഡനിൽ എത്ര മനോഹരമാക്കാൻ പറ്റുമോ അത്രയും മനോഹരമാക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ഒരു കൊങ്ങിണിച്ചെടി. എത്ര ദൂരെ നിന്ന് ഇതിൻ്റെ കളർ അത്ര ആകർഷണമാണ്. നന്നായിട്ട് ഒരുപാട് കളറായിട്ട് നിൽക്കുന്ന ഒരു കളർഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ ഗാർഡനെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു ചെടിയാണ്. വേഗം തന്നെ പിടിച്ച് പൂക്കളും ഒരുപാട് തരുന്നൊരു പ്ലാന്റാണ് ഈ ലാൻഡാന. നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ടോ, അതായത് എല്ലാ ചെടികളും കൂടെ ഒന്നിച്ച് വിടർന്ന് നിന്നപ്പോൾ നല്ല ഭംഗിയാണ്. ഇതിൽ യെല്ലോ ഷെയ്ഡ് മാത്രമാണ്, ഒരെണ്ണം കാണുന്നില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലാൻഡാന ചെടികളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത്യാവശ്യം അതിനെ പൂക്കൾ കൊഴിയുന്ന സമയം തന്നെ പ്രൂൺ ചെയ്ത് കൊടുത്ത് വീണ്ടും പുതിയ തൈകളാക്കി മാറ്റുക, പ്രൂൺ ചെയ്യുന്ന തണ്ടുകൾ. അതുപോലെ തന്നെ പ്രൂൺ ചെയ്യുന്ന സമയത്ത് വളം കൊടുക്കുക, 2 നേരം നനച്ചു കൊടുക്കുക, നല്ല വെയിലുള്ളിടത്ത് നടുക. വെള്ളീച്ചയുടെ ശല്യം ഉണ്ടോയെന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും മരുന്നൊക്കെ തളിച്ച് അതിനെയൊക്കെ മാറ്റുക.